എൻ്റെ പൊന്ന് ഗൈസ് വയ്യാണ്ടായി നടന്ന് ഇവിടെ കൊച്ചിയിലെ പോലെ ഉണ്ടല്ലോ, എന്തൊരു ചൂടാണെന്നറിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്, നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ എന്തിനാണ് നാട്ടിൽ വന്നതെന്ന് വെച്ചാൽ കുറച്ചധികം നാളായി വന്നിട്ട്. ഇന്നാണെങ്കിൽ December 31. അപ്പോൾ ന്യൂ ഇയർ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആഘോഷിക്കാമെന്ന് വെച്ച് ഇന്ന് കാലത്ത് ഫസ്റ്റ് ബസ്സിന് ബൂട്ട് ക്യാമ്പിൽ നിന്ന് കയറി. ഇപ്പോൾ ഒരു ഉച്ചയാവാറായി ഇപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒന്നുമില്ല, നേരെ വീട്ടിൽ പോയി ഒരു ബാഗ് ഇറക്കി വയ്ക്കുക, എന്നിട്ട് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ചധികം സ്ഥലങ്ങളിൽ പോകാനും ന്യൂ ഇയർ അടിച്ച് പൊളിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വ്ളോഗിലോട്ട് തുടക്കാം. അതിക്ക് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരങ്ങനെ ഉണ്ടെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ വീട്ടിൽ പോകാം, കുറച്ചും കൂടി നടക്കാണ്ട്. നേരെ വീട്ടിൽ പോയിട്ട് ഈ ഒരു ബാഗ് ഉരി വെച്ച് നേരെ റെഡി ആയിട്ട് വരാം. ഓക്കെ, റെഡി ആവട്ടെ ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ പോയി, ഇപ്പോൾ അനിയത്തി അവിടെ ഉണ്ടായിരുന്നില്ല, അവളാണെങ്കിൽ NSSൻ്റെ ക്യാമ്പിൽ പോയേക്കാണ്. അപ്പോൾ അവൾക്ക് കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിനാണെങ്കിൽ എന്താണ് ഡാൻസിന് അതിനൊക്കെ കുറച്ച് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അവൾക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇപ്പോൾ മേടിച്ച് കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പോവാണ്. ചാലക്കുടിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് നോക്കാൻ പോടാ. ഓക്കെ പോലെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അവൾക്കായിട്ട് മേടിച്ച ഗിഫ്റ്റ്. അവളാണെങ്കിൽ അവിടെ ക്ലാസ് റൂമിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി ഗിഫ്റ്റ് അവൾക്കാരെ കൊടുക്കാം. ഗിഫ്റ്റ് അടിപൊളിയല്ലടാ? ഇപ്പോൾ വിളിക്കാം, എനിക്ക് അവിടെ പോയി വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ അവളെ അവിടെ പോയി വിളിച്ചിട്ട് വരാം. അതെ, എന്നിട്ടാണ് അവിടെ പരിപാടികൾ കഴിഞ്ഞാൽ ടീച്ചർ അവിടെ നിങ്ങളുടെ? അതെ, ഞാനെന്താണ് ഈ കലോത്സവത്തിന് പ്രൈസ് കിട്ടിയിട്ടൊന്നും തന്നില്ല എന്നല്ലേ പറഞ്ഞേ? ഇത് നിനക്കുള്ളതാ. എന്നിട്ടാന്ന് നീ പൊട്ടിച്ചു നോക്കുക, നിനക്കുള്ളതാ. ഇപ്പൊ പൊട്ടിക്കണ്ട, നീ അത് എപ്പോഴാന്ന് വെച്ചാൽ പൊട്ടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ തിന്നാൻ മേടിച്ചാലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എടാ നമുക്ക് പോവാം. നമുക്കിനി കുറേ പരിപാടികൾ എൻ്റെ ന്യൂ ഇയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാണേ. ഓക്കെ ബൈ. ദി നെക്സ്റ്റ് ഡേ. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ 2023 ആയിട്ടുണ്ട്. ഇന്നലെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് വെളുപ്പിനാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയായിരുന്നത്. നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത്, അതായത് നമ്മൾ ഫോണിലെടുത്ത ന്യൂ ഇയറിൻ്റെ ക്ലിപ്പുകളൊക്കെ ഡിലീറ്റ് ആയി പോയി എന്നാണ് തോന്നുന്നത്. ഒന്നും ഇപ്പോൾ കാണാനില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്ളോഗിൽ അത് ആഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അതെന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇന്നലത്തേക്കാളും കുറച്ചും കൂടി അടിപൊളിയാക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകാം. അപ്പോൾ മര വിളിച്ച് ഞാൻ റെഡി ആവാൻ പറയാം. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, സോ ഗൈസ് ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. നേരത്തെ എത്ര സാധനം. ഓക്കെ, അപ്പോൾ എന്തായാലും അവന്മാർ വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അതിരപ്പള്ളി പോണ്. അപ്പോൾ അതിരപ്പള്ളിയിൽ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ 1-ാമത്തേൽ നല്ല തിരക്കുണ്ടാവും. പിന്നെ അതിരപ്പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ വിഷ്വൽ ഇതൊക്കെ വൈവാണ് ഗൈസ്. അതെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നമ്മളവിടെ പോയി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നേരെ ഇനി അവിടെ നിന്നിട്ട് കാണാം. വിളിപ്പടിച്ചാ ഗൈസ്. നമ്മൾ കൊടുങ്കാട് എത്താറായിട്ടുണ്ട്. എടാ കണ്ട ഇതിന് സ്റ്റേഡിയം വേടാ. ഓ, ഇനി ഇവിടെ അങ്ങോട്ട് ഫുള്ള് കാടുണ്ട് ഗൈസ്, ഫുള്ള് കാട് ഏരിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു കാട് കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ പറഞ്ഞേ. കാരണം ഞാൻ ഒരു പാട്ട് പറഞ്ഞാ പോയടാ. എന്നാ നീ പറ, ഞാൻ ടൈമിങ് കയറ്റി ഒന്നുകൂടി. കണ്ടേ മലനിര. ഓക്കെ ശരി. എടാ എനിക്ക് ഭയങ്കര താങ്ങും. നമുക്ക് എന്തെങ്കിലും മേടിച്ചാലോ കുടിക്കാൻ? അല്ല ബാക്കിലുള്ളമാരെന്തി? ബാക്കിലുണ്ട് ഗൈസ്, മപ്പർ റൈഡേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് ആ കടയിൽ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. നല്ലതാണ്. നിനക്ക് ഇതായില്ലടാ, ഇതായിച്ചിട്ട് വയ്യാം ഗൈസ്. എന്തെങ്കിലും കുടിക്കാൻ മേടിക്കാം. 2 കൂൾ ഡ്രിങ്ക്സ് അപ്പോൾ മേടിച്ചിട്ടുണ്ട്. എടാ എന്നാ ഒരെണ്ണം നിങ്ങൾ ഇവിടെ, ഒരെണ്ണം ഞങ്ങൾ എടുക്കാം. മിറിൻ്റെ എടുക്ക്, മിറിൻ്റെ എടുക്കണം. എനിക്ക് ഇഷ്ടമുള്ളടാ ചെറ്റ. ഓക്കെ, നമുക്ക് മിറിൻ്റെ എടുക്കാം ഗൈസ്. അവൻ്റെ കയ്യിൽ മിറിൻ്റെയാണ് നമ്മുടെ ലക്ഷ്യം. കണ്ണാ പറപ്പിച്ച് വിടുക. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവനെ ഓടിച്ച് കൈ അടച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റൈഡ് ചെയ്യാൻ പോകുന്നത് കൈ. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, അവിടെ ആയിട്ട് കുറേ പേര് കൂടിയിട്ടുണ്ട്. അവിടെ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വ്യൂ വേണം വേടാ. അയ്യോ ബസ് ഗൈസ്, ആ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണനോ ബാബു, അതിന് മെയിൻ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, വണ്ടി അവിടെ ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് മെയിൻ അതിരപ്പള്ളിക്ക് പോവാം ഗൈസ്. പോണ വഴി ഒരാളെ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനെ. ഗൈസ് അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ട് പറഞ്ഞത്. ഫോൺ തട്ടി പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 പേരുണ്ട് ഫോൺ മുറിപ്പിടിക്കുക. ഗൈസ് നേരെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ തിരിച്ചഞ്ചരാം. ഇത് കണ്ട അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞമ്മയൊക്കെ ഉണ്ട്. കൊള്ളാം മോനെ.
മോനെ 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 അവനൊരു മൈൻഡില്ല ചാടെ. ഓക്കെ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ തിരുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്ട. എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറണം. എപ്പോൾ കയറാൻ പറ്റുന്നൊന്നും അറിയില്ല. നല്ല തിരക്കുണ്ട് ഗൈസ്. വെള്ളച്ചാട്ടം കാണണ്ടേ, അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. സോ ഗൈസ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പിൽ എത്തിയിട്ട് ഇവിടെ മഴ പെയ്യണ പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ക്യാമറയൊക്കെ. ഓക്കെ അപ്പോൾ നമുക്ക് പോവാം. തിരിച്ചു പോകാൻ കഴിയും. മഴ പെയ്യണ പോലെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ നമുക്ക് മോളിക്ക് പോകാം. കാരണം ഇവിടെ 5 മണി വരെ ഇപ്പോൾ ഏകദേശം 5:15 പിന്നെ പോകാൻ പറയണം. ഓക്കെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ട് നന്നായി ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകാൻ പോകുന്നത്. കാരണം കുറേ ഇവിടെ നടന്ന് തിരിഞ്ഞ് അവിടെ ഇറക്കം കയറി കയറ്റൊക്കെ കയറി വയ്യാണ്ടായി ഗൈസ്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോകാം. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോകണം, അമ്പലത്തിൽ പോകണം. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കയറി തൊഴുതിട്ട് വരാം. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് കയറി പ്രാർത്ഥിക്കാം. അവിടെ ആണെങ്കിൽ എന്തോ പുഷ്പാഞ്ജലി കിടക്കുന്നുണ്ട്. ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഒരു കുറി കൊണ്ടിട്ട് വരാം. 2023 അല്ല, നല്ല കുട്ടിയാൻ പ്രാർത്ഥിക്കാം ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഒച്ചെടുത്ത പൂജാരി എന്നെ കഴുത്തി പിടിച്ച് വെളിയിലാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട്. കുറി കൊട്ട കണ്ടില്ലേ, കാണാൻ പറ്റില്ലേ കുറി? ഓക്കെ, കുറി കൊട്ടുണ്ട് ഗൈസ്. അപ്പോൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. ഒരു അല്ല ചാനൽ നന്നായി പോകണം. 2023 അല്ല, അപ്പോൾ ചാനൽ നന്നായി പോകണം. പിന്നെന്താണ്, ഞാൻ ഇന്നോട്ട് ഹനുമാൻ പാത സ്വീകരിച്ച് ഗൈസ് ആഞ്ജനേയ ഭക്തനാവുമ്പോൾ ആഞ്ജനേയ സ്വാമി എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് അവിടെ കലാപരിപാടികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡാൻസ് ഒക്കെ കണ്ടുമെടുത്തിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഒരാളെ കാണാനായിട്ട് പോവാം. ആളിത്തിരി പൊക്കം വണ്ണൊക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് നേരെ കാണാൻ പോവാം. അവിടെ അല്ലടാ? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആള്. കൊള്ളാനാ? പാപ്പാനൊന്നുമില്ലടാ? പാപ്പാനോടില്ല. ഓ പാപ്പനില്ലാന്ന് ഗൈസ്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകണ്ട. ഇവിടെ ചങ്ങലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോയി കാണണ്ട. വേറെ പാപ്പാനൊന്നും ഇല്ലാത്ത കാരണം. ഓക്കെ ബൈഡ മോനെ. ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരാൾക്ക് ഒരു സംഭവം കിട്ടിയത് കാണിച്ചെന്ന്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തിനാ കിട്ടി എനിക്ക്? നോക്കട്ടെ. ഈ ട്രോഫി കിട്ടിയോ? ഹാപ്പി ചെയ്യാ? ഫുഡ് കഴിച്ചോ? ഓക്കെ ബൈ. ഓക്കെ ബൈ. ഞാൻ നാളെ പോട്ടാ. ഞാൻ നാളെ പോവും. അടിച്ചേ. ഇത് അങ്ങനെ അവസാനം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി വീട്ടിൽ പോകാനായിട്ട് പോകണം. എടാ ഇവിടെ ഞാൻ വന്നപ്പോൾ നിറച്ചും വണ്ടി ഇറങ്ങാൻ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തേ. പക്ഷെ എന്തോന്ന് ഇവിടെ ഒന്നും വണ്ടികൾ ഇല്ല ഗൈസ്. ഇപ്പം എല്ലാവരും പോയി. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. അപ്പോൾ ജനുവരി 2-ാം തീയതി തിരിച്ച് ഞാൻ മോർണിംഗ് ഇപ്പോൾ ബൂട്ട് ക്യാമ്പിലെത്തി. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ കുറേ അധികം ക്ലിപ്പുകൾ മിസ്സിംഗ് ആയതുകൊണ്ട് ചില ഭാഗത്തൊന്നും ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് ഒട്ടും പ്രതീക്ഷയല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം ജനുവരി മാസം തന്നെ വേറൊരു ഫംഗ്ഷനും കൂടി, വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനും കൂടി നമുക്ക് നാട്ടിലുണ്ട്. അപ്പം അതിന് പോകുന്നതായിരിക്കും. അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്തൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് മോർ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഇപ്പോൾ ബൂട്ട് ക്യാമ്പിൽ തിരിച്ച് റൂമിൽ കയറാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. സോ ബൈ ബൈ.